ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ വാരഫലം, നിങ്ങൾക്ക് ആ ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ദൈവികപരമായിട്ടുള്ള എങ്ങനെ ദൈവികതയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരാഴ്ച വരാൻ പോകുന്നത്, ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാർച്ച് 23 മുതൽ 29 വരെയുള്ള ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച രാത്രി വരെയുള്ള ഫലമാണ് ഞാൻ ഈ ഒരു വാരഫലത്തിലൂടെ പറയുന്നത്. ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് 27 നക്ഷത്രക്കാര് 12 രാശികളിലായിട്ടാണ് വരുന്നത്. അതായത് മേടമാസം മുതൽ മേടം, ഇടവം, മിഥുനം, അങ്ങനെ മീനമാസം വരെ 12 രാശികളാണ്. ഓരോ രാശിക്കും ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കാരുടെയും നോക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് അടുത്ത ഒരാഴ്ചത്തെ ഫലം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ 12 തവണ കബഡി പ്രശ്നം വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഫലത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ ദൈവികപരമായിട്ട് കബഡിയിൽ കണ്ട കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. എൻ്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അപ്പം വാരഫല വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വാരഫലത്തില് മേടം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ആദ്യം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം, ഇവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്? ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച ഈ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതില് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ദിവസവും സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു കടാക്ഷം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. സുബ്രഹ്മണ്യ കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ കുടുംബത്ത്, ഫാമിലി ചെറിയ രീതിയിലുള്ള വഴക്കിനുള്ള സാധ്യതകളൊക്കെ അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് ആ ഒരു എന്താണ് സംസാരിക്കുന്ന ആ ഒരു ഭവ്യതയോട് കൂടി ആ ഒരു ബഹുമാനം കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു മിതത്വ രീതിയിൽ സംസാരിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കുടുംബ കലഹത്തിനുള്ള സാധ്യതകളൊക്കെ ഈ ഒരു മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് രാഹു സംബന്ധമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ കബഡിയിൽ കാണുന്നുണ്ട്. അപ്പം രാഹു കൃപ, അതുപോലെ രാഹു മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ രാഹു കൃപ കിട്ടുന്നതാണ്. കുട്ടികൾക്കുള്ള ചെറിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ട് വിഷ്ണു ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഫാമിലി ദാമ്പത്യപരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഈ ഒരാഴ്ച മാറി നിൽക്കുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകാനുള്ള ആ ഒരു വളരെ നല്ല സ്നേഹത്തോടെയുള്ള ഒരു ആഴ്ചയായിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. അതുപോലെ ഭാഗ്യം, ദേവി കടാക്ഷം, നിങ്ങൾക്ക് ഭാഗ്യപരമായിട്ട് നല്ല ഒരാഴ്ചയാണ് അടുത്ത് വരാൻ പോകുന്നത്. നല്ല ലക്ക്, ഭാഗ്യപരമായിട്ട് നല്ല രീതിയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരാഴ്ചയാണ് അടുത്തത്. ദേവി കടാക്ഷം, ദുർഗാദേവിയുടെ കടാക്ഷം കബഡിയിൽ കാണിക്കുന്നുണ്ട് മേടരാശിക്കാർക്ക്. അപ്പം ഭാഗ്യപരമായി നിങ്ങൾക്ക് നല്ല സ്ഥാനമാണ്. എങ്കിൽ പോലും ജോലിയിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രത്യേകിച്ച് ജോലിക്ക് അന്വേഷിക്കുന്നവർക്കൊക്കെ കിട്ടാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അത് മാറാൻ വേണ്ടി കുടുംബക്ഷേത്രം, പരദേവതാ ക്ഷേത്രത്തില് യഥാശക്തി വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങൾ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. അടുത്തത് ചിലവ് കൂടി നിൽക്കുന്നു.
അടുത്ത ഒരാഴ്ച നിങ്ങളുടെ ചിലവ് കൈവിട്ടുള്ള ചിലവുകളായിരിക്കും. അതൊന്ന് കൺട്രോൾ ചെയ്തു പോവുകയാണെങ്കിൽ ആ ഒരു ചിലവിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാകുന്നതാണ്. ഇതൊക്കെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ വാരഫലം. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ രോഹിണി, മകയിരം പകുതി, ഇവർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നു. പ്രത്യേകിച്ച് ദൈവികതയൊക്കെ മറഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യത. ശത്രു തടസ്സം കൂടിയിട്ട് ആ ഒരു ദൈവിക ആ ഒരു സ്ഥാനം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും, പക്ഷെ ആ ഒരു പൂർണ്ണമായ കടാക്ഷം കിട്ടാതെ വരുന്നു. ശത്രുക്കൾ കൂടി നിൽക്കാൻ, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇൻഫ്ലുവൻസ് കൂടി നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് അടുത്ത ഒരാഴ്ച ഇടവക്കൂറുകാർക്ക് കാണിക്കുന്നത്. അതുപോലെ ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നടക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് നടക്കുക. കെയർലെസ് ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അപ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര്. അതുപോലെ കുടുംബത്ത് പരദേവതാ കടാക്ഷം അടുത്ത ഒരാഴ്ച നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരദേവതാ കടാക്ഷ കുറവ് പോലെ അടുത്ത ഒരാഴ്ച ഫാമിലിയിൽ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ പരദേവതയെ ഒന്ന് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത്, സന്ധ്യാസമയത്ത് പരദേവതയെ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ദാമ്പത്യപരമായിട്ട് ഇടവം കൂറിൽ വരുന്നവർക്കും വിഷ്ണു കൃപ കാണിക്കുന്നുണ്ട്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ദാമ്പത്യപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതല്ല. കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പഠന തടസ്സം, അതുപോലെ ഉഴപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ആഴ്ച അത്ര നല്ലതല്ല. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ എത്തിപ്പെടാനുള്ള ഒരു തടസ്സം കാണിക്കുന്നുണ്ട്. അതിന് രാഹു മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അർത്ഥകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കാൻ സഹായകരമാകുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ശത്രുസ്ഥാനം ഈ ഒരാഴ്ച കൂടി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാഗ്യപരമായിട്ട് അങ്ങനെയുള്ള അത്രയും കടാക്ഷം ഉണ്ടാവുകയില്ല. ശത്രുവിനായിരിക്കും ഇൻഫ്ലുവൻസ് കൂടുതൽ. അപ്പം നല്ല രീതിയിൽ ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. അതുപോലെ തന്നെ ജോലിക്ക് സ്ത്രീകൾക്ക് ജോലി സംബന്ധമായിട്ട് നല്ല ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അടുത്ത ഒരാഴ്ച കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ഒരു കാലതാമസം അടുത്ത ഒരാഴ്ച കാണിക്കുന്നു. അത്ര നല്ല സമയമല്ല ഇടവക്കൂറുകാർക്ക്. അതുപോലെ ചിലവ് കൂടി നിൽക്കുന്നു. അതൊന്ന് കൺട്രോൾ ചെയ്തു പോവുകയാണെങ്കിൽ ചിലവൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കുള്ള അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണ്? മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകയിരം അവസാന പകുതി, അതുപോലെ തിരുവാതിര നക്ഷത്രം, ഉണർദം മുക്കാൽ ഭാഗം, ഇവർക്ക് ശാരീരികപരമായിട്ടുള്ള ബാഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള വേദന, അതുപോലെ തലവേദന, അലസത, എപ്പോഴും ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ സഹോദരങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. കുടുംബത്ത് വഴക്കിനുള്ള സാധ്യതകൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ സംസാര രീതികൾ കൊണ്ടുള്ള വഴക്ക് ഇടാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഉൾക്കൊണ്ട് അത് ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫാമിലിയിൽ ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സഹായകരമാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് നല്ല സമയമാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ
പ്ലാനിംഗ് ഉള്ള കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ തീരുമാനമൊക്കെ എടുക്കാൻ ദേവീ കടാക്ഷം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് ദേവീ കടാക്ഷം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ട് തടസ്സങ്ങൾ കാണിക്കും. അത് തടസ്സ രീതിയിൽ തന്നെ ശത്രുക്കൾ കൂടെ നിൽക്കാൻ, ശത്രുക്കൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ദാമ്പത്യപരമായിട്ട് വഴക്ക് ഇടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പരദേവത കടാക്ഷം നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയെന്ന് ഒരു ദർശനം നടത്തി അതുപോലെ ഒരു പിടി പണമോ അല്ലെങ്കിൽ യഥാശക്തി വഴിപാടോ നടത്തേണ്ടത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കും. അതുപോലെ ഭാഗ്യം ഈ ഒരാഴ്ച നിങ്ങളെ നല്ല രീതിയിൽ കടാക്ഷിച്ചു നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ഭാഗ്യപരമായിട്ട് നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. ജോലി സംബന്ധമായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് നല്ല ജോലി ഒക്കെ ലഭിക്കാനുള്ള ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ നിലവിൽ ജോലിയിൽ ക്ലേശം, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വിഷ്ണു ഭഗവാന്റെ ഒരു കടാക്ഷം കാണിക്കുന്നതാണ്. ചിലവ് കൂടി നിൽക്കുന്നു, ചിലവ് നിയന്ത്രിച്ചു പോകണം. ഇതൊക്കെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. കർക്കിടക കൂറിൽ വരുന്ന പുണർദം അവസാന കാൽഭാഗം, അതുപോലെ പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ഈ 3 നക്ഷത്രക്കാർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇവർക്ക് ശത്രുപരമായിട്ട് നല്ല തടസ്സം കാണിക്കുന്നു. പക്ഷേ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ആയില്യം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അവർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഏൽക്കില്ല. ആയില്യം നക്ഷത്രക്കാരെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഇതിനകത്ത് കവിടയിൽ കണ്ടതുകൊണ്ടാണ്. ഇവർക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആയില്യം അതുപോലെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഒരു മാസം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കിട്ടുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആയില്യം നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കാണുന്നുണ്ട്. അവർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കുന്നു ഈ ഒരാഴ്ച. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണിക്കുന്നു. അതുപോലെ മനസ്സമാധാനത്തോടു കൂടി ഒരാഴ്ച അവർക്ക് കിട്ടുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ കടാക്ഷം കാണിക്കുന്നു. പക്ഷേ പുണർദം നക്ഷത്രം, പുണർദം അവസാന കാൽഭാഗം, അതുപോലെ പൂയം നക്ഷത്രം, ഈ 2 നക്ഷത്രക്കാർക്ക് വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തടസ്സം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് പരദേവത കുടുംബ ക്ഷേത്രത്തില് ഒരു പിടി പണം സമർപ്പിക്കുക, അതുപോലെ ചുവന്ന പട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറാൻ സഹായകരമാകുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികൾക്ക് അടുത്ത ഒരാഴ്ച അത്ര നല്ല സമയമല്ല. കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള ഉഴപ്പാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവർക്ക്, അതുപോലെ എക്സാമിനേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഈ ഒരാഴ്ചത്തെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ ശത്രുക്കൾ ഏൽക്കുകയില്ല. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എങ്കിൽ പോലും അത് അത്രയധികം ഏൽക്കുകയില്ല. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിങ്ങൾക്ക് ഈ ഒരു കൂറില്, ഈ ഒരു കർക്കിടക കൂറിൽ ഒരു ഹനുമാൻ സ്വാമി കടാക്ഷം കാണുന്നുണ്ട് കവടിയിൽ. അതുകൊണ്ട് അങ്ങനെ ശത്രുക്കൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഏൽക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുമെങ്കിൽ പോലും അത്ര പേടിക്കേണ്ട കാര്യമില്ല. ജോലി സംബന്ധമായിട്ട് അങ്ങനെയുള്ള ക്ലേശങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പക്ഷെ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ഏറെയാണ്. അതൊന്ന് കൺട്രോൾ ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞ എല്ലാ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും നല്ല രീതിയിലുള്ള ചിലവുകൾ കാണിക്കുന്നു. അതൊന്ന് ശ്രദ്ധിച്ച് നല്ലൊരു ബഡ്ജറ്റോട് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, അതുപോലെ ഉത്രം കാൽഭാഗം, ഇവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ള ദേഷ്യം വരാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു. സംസാരത്തിൽ ഒരു മിതത്വം കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് മുഖം നോക്കാതെയുള്ള സംസാരം, ആരോടാണെങ്കിലും ദേഷ്യപ്പെടാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു പ്രീതി നഷ്ടപ്പെടാനുള്ള സാധ്യത. അപ്പൊ സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പരമാവധി ഒന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പം മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം ഒരൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ക്ഷീണം
ശാരീരികപരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുക, നടത്തുക. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ കുടുംബത്ത് വളരെ സമാധാനം ഉള്ള ഒരു സമയമാണ്. കുടുംബത്തെ എല്ലാവർക്കും നല്ല ഒരു ദേവീ കടാക്ഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു അടുത്ത ഒരാഴ്ച കാണിക്കുന്നത്. അതുപോലെ കൂടെ നിങ്ങൾക്ക് ഔദ്യോഗികപരമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ശത്രുക്കളാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. ദാമ്പത്യപരമായിട്ട് വഴക്കിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം രാഹു മന്ത്രം ദിവസവും ജപിക്കുക, അങ്ങനെയുള്ള ആ ഒരു തടസ്സ രീതികളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ദാമ്പത്യപരമായിട്ടുള്ള വഴക്കിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒരു പൊരുത്തക്കുറവ് പോലെ ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതുപോലെ വിവാഹം പുതിയതായിട്ട് ആലോചിക്കുന്നവർക്കൊക്കെ രാഹുവിന്റെ തടസ്സം കവടിയിൽ കണ്ടതാണ്. അപ്പൊ രാഹു കൃപ നേടി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. അതുപോലെ ആരോഗ്യപരമായിട്ട് ഓവറോൾ ഒരു മൊത്തം ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല. ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്നു. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് കാണുന്നതാണ്. അങ്ങനെ ഭാഗ്യപരമായിട്ട് യാതൊരു ക്ലേശങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ജോലിയിൽ ശത്രുക്കൾ ഉണ്ടാവും. ജോലിയിൽ നല്ല രീതിയിലുള്ള ശത്രുസ്ഥാനത്തേക്ക് പുതിയ ആൾക്കാരൊക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അസൂയ, നിങ്ങളുടെ ജോലിയിൽ അസൂയ തോന്നുന്ന ആൾക്കാരാണ് കൂടുതൽ കാണിക്കാനുള്ള സാധ്യത. അതുപോലെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പണം ആർക്കും കടം കൊടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ധനപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം പണം കടം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര് അത് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഒഴിവാകാൻ സഹായകരമാകുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി, ഇവർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ബാഹ്യപരമായിട്ടുള്ള നയന സംബന്ധമായ പ്രശ്നം, തലവേദന, ഛർദി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. അപ്പം കൂടുതൽ സമയം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം, എപ്പോഴും അലസത, ഇതൊക്കെ സ്ത്രീകൾക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ബാഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യത ഉണ്ട് സ്ത്രീകൾക്ക്, കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അതുപോലെ ഈ കന്നിക്കൂറുകാരുടെ സഹോദരികൾക്ക് നല്ല സമയമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരാനുള്ള സമയം. അങ്ങനെ ഒരു നല്ല സമയമാണ്. അവരുടെ സഹോദരിമാർക്ക് നല്ല സമയമാണ് കാണിക്കുന്നത്. അതുപോലെ വാഹനം ഒക്കെ എടുക്കാൻ പ്ലാനൊക്കെ ഉള്ളവർക്ക് നല്ല സമയമാണ്. അവർക്ക് നല്ല രീതിയിൽ ദൈവികത കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ അതിനുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ട് ലക്ഷ്മി കടാക്ഷം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ വീട് പണി ഒക്കെ നടത്തുന്നവർക്ക് അങ്ങനെയുള്ള ദൈവികത നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ ആ ഒരു പരദേവത കടാക്ഷം നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. മൊത്തത്തിലൊരു ദേവി കടാക്ഷം, ഒരു പൂർണ്ണമായ ഒരു അനുഗ്രഹം, ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എല്ലാം തന്നെ ഉള്ളതാണ്. അതുപോലെ കുടുംബത്ത് ഐശ്വര്യം, സമാധാനം, അതുപോലെ അമ്മയ്ക്ക് വളരെ സമാധാനം, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ കുട്ടികൾക്ക് ചെറിയ ഉരുണ്ട് വീഴാനുള്ള സാധ്യത, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉരുണ്ട് വീഴാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അടുത്ത ഒരാഴ്ച. അതുപോലെ ദാമ്പത്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും നിങ്ങൾ. കാരണം ഈ ഒരാഴ്ച കുടുംബത്തിൽ കലഹങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ദാമ്പത്യപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഈ ഒരാഴ്ച ചെയ്യാനുള്ള സാധ്യതകൾ കവടിയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പരമാവധി ഒരു വഴക്ക് ഒഴിവാക്കി പോകാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതാണ്. അപ്പം അത്
വളരെ നല്ലത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കലഹങ്ങൾ കാര്യങ്ങളൊന്നും ഈ ആഴ്ച നിങ്ങളെ ബാധിക്കുന്നതല്ല. അതുപോലെ ജോലിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ജോലി പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അതുപോലെ പുതിയതായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ കടാക്ഷം നേടുകയാണെങ്കിൽ ആ ഒരു ക്ലേശം, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറുന്നതാണ്. അപ്പം കവടിയിൽ കണ്ട കാര്യമാണ്, സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാരഫലം ചെയ്തിരിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ്. പൊതുവായിട്ട് നക്ഷത്രങ്ങളെ അവലോകനം ചെയ്തിട്ടുള്ള കവടിയിൽ കണ്ടിട്ടുള്ള ഫലമാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഇത് 100% ഫലിക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം നിങ്ങളുടെ ദശാസന്ധി കണക്കിലെടുക്കണം, അതുപോലെ ജനന സമയത്തുള്ള ഗ്രഹവീക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഗ്രഹസ്ഥിതികൾ ഇതെല്ലാം കണക്കിലെടുത്ത് വേണം പൂർണ്ണമായിട്ട് നമുക്ക് ഇത് അവലോകനം ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിനകത്ത് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി മെസ്സേജ് അയക്കാം. അതിനകത്ത് ടൈമും ഡേറ്റും ഞാൻ അലോട്ട് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ മെസ്സേജ് അയക്കും. ഒരുപാട് പേര് ഓൺലൈൻ വഴി അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ക്ലേശം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞത് സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പിൽ ഞാൻ അപ്പോയിന്റ്മെന്റ് അങ്ങനെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന ചിത്തിര അവസാന പകുതി, അതുപോലെ ചോതി, വിശാഖം മുക്കാൽ ഭാഗം, ഇവർക്ക് ഹനുമാൻ സ്വാമി കടാക്ഷം അടുത്ത ഒരാഴ്ച തീർച്ചയായും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ഹനുമാൻ സ്വാമി കടാക്ഷം, അത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കബഡിയിൽ ഞാൻ കണ്ടതാണ്. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നു. കുടുംബത്ത് ഐശ്വര്യം, ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ പുതിയതായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത ഒരാഴ്ച. ആരോഗ്യപരമായിട്ട് ഉള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അടുത്ത ഒരാഴ്ച നല്ല സമയമായിരിക്കും. പൊതുവെ തുലാക്കൂറുകാർക്ക് അടുത്ത ഒരാഴ്ച വളരെ നല്ല സമയമാണ്. അവർക്ക് ഹനുമാൻ സ്വാമി കടാക്ഷം ഉണ്ട്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, വെറ്റിലമാലയോ വടമാലയോ സമർപ്പിക്കുക. അതല്ലെങ്കിൽ കാര്യസിദ്ധി അതിനുവേണ്ടി കുങ്കുമാർച്ചന നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹനുമാൻ സ്വാമി കടാക്ഷം ഉണ്ട് എങ്കിൽ പോലും ചിലവ് നല്ല രീതിയിൽ കൂടി നിൽക്കും. അതിനൊരു പ്രോപ്പർ ബഡ്ജറ്റോട് കൂടി പോവുകയാണെങ്കിൽ ആ ചിലവിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വൃശ്ചിക കൂറിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇതിൽ വിശാഖക്കാർക്ക് ഹനുമാൻ കടാക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശാഖം നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷമുണ്ട്. അവർക്ക് ക്ലേശങ്ങൾ കാര്യങ്ങളെല്ലാം ഈ ഒരാഴ്ച, ഈ ഒരു മാസം തന്നെ മാറി നിൽക്കുന്നു. പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ കാണിക്കുന്നുണ്ട്. അതുപോലെ പക്ഷെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവർക്ക് ഒരുപാട്, അതായത് പരാക്രമങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യത, കുടുംബപരമായിട്ടുള്ള വഴക്കുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. എടുത്തടിച്ച പോലുള്ള ഒരു സഡൻ ആയിട്ടുള്ള സംസാരം, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ട് നിങ്ങളുടെ ബോസിനോടൊക്കെ ചിലപ്പം ചൂടാവാനുള്ള സാധ്യതകൾ, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സമയത്തെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻസ്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. അപ്പം ഒരു ദൈവികത എപ്പോഴും അത്യാവശ്യമാണ്. പരദേവതാ കടാക്ഷം നിങ്ങൾക്ക് വേണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിക്കുക. രാഹു സംബന്ധമായിട്ടുള്ള ചെറിയ ദോഷം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം സർപ്പം, രാഹു മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. വിവാഹപരമായിട്ട് ആലോചിക്കുന്നവർക്ക്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിവാഹപരമായിട്ട് ആലോചിക്കുന്നവർക്ക് അടുത്ത ഒരാഴ്ച നല്ലതല്ല. കാരണം അവർക്ക് ബന്ധങ്ങൾ വന്നു ചേരാൻ ഈ ഒരാഴ്ച ചെറിയ രീതിയിലുള്ള തടസ്സം കാണിക്കുന്നു. പക്ഷേ വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് വളരെ നല്ല പ്രപ്പോസൽസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ സ്റ്റുഡൻസ്, കുട്ടികൾക്ക്, ഈ വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഉള്ള ദൈവികത അവർക്ക് കിട്ടുന്നു. അതുപോലെ ബോർഡ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവർക്ക് സരസ്വതി കടാക്ഷം തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ജോലിയിൽ
ഞാൻ പറഞ്ഞ പോലെ ഹയർ അതോറിറ്റീസ് അവരോടൊന്ന് ചൂടാവരുത്. അല്ലാതെ നിങ്ങൾക്ക് ജോലി സംബന്ധമായ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ആ ഒരു ഫോക്കസിങ്, ആ ഒരു സമയത്തെ ആ ഒരു ദോഷമാണ്, അതങ്ങ് മാറിക്കോളും. അല്ലാതുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതുപോലെ വാഹനം പുതിയതായിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് ദൈവികത കടാക്ഷിച്ചു നിൽക്കുന്നു. നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എടുക്കാം. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പൂർണ്ണമായും ദൈവ കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതൊക്കെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച. അടുത്തത് ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം ഇവർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമല്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവര് അടുത്ത ഒരാഴ്ച ഒന്ന് ഹോൾഡ് ചെയ്യുക. നല്ല സമയമല്ല. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നവർ ഈ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരാഴ്ച നല്ല സമയമല്ല. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല സമയമല്ല. ഇവർക്ക് ബിസിനസ് പരമായിട്ട് ചിലപ്പം കസ്റ്റമേഴ്സിനെയൊക്കെ ലോസ് ആകാനുള്ള, നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് ഡീൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് പരദേവത കടാക്ഷം നേടേണ്ട അത്യാവശ്യമാണ് അടുത്ത ഒരാഴ്ച. കാരണം വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ ഇന്നത്തെ കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ, ഭാഗ്യപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ, പോയി ഗുരുതി ഒക്കെ നടത്തുവാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ, ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ ഭദ്രകാളിയെ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. സന്ധ്യാസമയം ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു തടസ്സം മാറി നിൽക്കുന്നതാണ്. ഭാഗ്യപരമായിട്ടുള്ള കടാക്ഷങ്ങളെല്ലാം മറച്ചു നിർത്താനുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നല്ല ബന്ധം വന്നു ചേരാനുള്ള സമയമാണ് കാണിക്കുന്നത്. ദാമ്പത്യപരമായിട്ട് ക്ലേശങ്ങളൊന്നും കാണിക്കുന്നില്ല. വളരെ നല്ല സമയം. നല്ല സ്നേഹത്തോടു കൂടി, നല്ല ഒരു ഐക്യത്തോടു കൂടി പോകാനുള്ള ഒരു സമയമാണ്. നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ള ഒരു സമയമാണ് കാണിക്കുന്നത്. ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും കവടിയിൽ കാണിക്കുന്നില്ല. വളരെ ദൈവികത കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രീറ്റ്മെന്റ്സിനൊക്കെ ഇരിക്കുന്നവര്, ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദൈവികപരമായിട്ടുള്ള കടാക്ഷം, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ മാറാൻ ദൈവികപരമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. അതുപോലെ ഭാഗ്യപരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ജോലിയിൽ നല്ല തടസ്സം കാണിക്കുന്നു. ജോലി സംബന്ധമായിട്ട് അങ്ങനെയുള്ള ക്ലേശങ്ങൾ, ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ജോലിയിൽ നിലവിൽ നിൽക്കുന്നവർക്ക് ഈ ഒരാഴ്ച അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ജോലിയിൽ പരമാവധി നല്ല ഫോക്കസോട് കൂടി തന്നെ പോവുക. ആ മനസ്സിനെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അറ്റൈൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ജോലിയിലെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഈ ഒരാഴ്ചത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. അങ്ങനെ ഓവർ ടെൻഷൻ ഒന്നും ആരും അടിക്കണ്ട. അതുപോലെ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്, ടെൻഷനൊക്കെ കൂടി നിൽക്കാനുള്ള ഒരു സമയമാണ്. അപ്പം മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അടുത്തത് മകര കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി ഇവർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. ഹനുമാൻ സ്വാമിയുടെ കൃപയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പക്ഷെ ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവര് ധനപരമായിട്ട് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചതിക്കപ്പെടാനുള്ള സാധ്യത മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ക്ലയൻസ് അങ്ങനെയുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്കും നല്ല സമയമാണ്. അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാം. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരാഴ്ച നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം വേണം ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കുടുംബത്ത് ഒരു ശത്രുപരമായിട്ടുള്ള ഒരു ചെറിയൊരു ദോഷം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര പേടിക്കേണ്ട. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉള്ളതുകൊണ്ട് ആ ഒരു ദോഷം നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങൾക്ക് അടുത്ത ബന്ധുക്കൾ പോലും ചിലപ്പോൾ ശത്രു സ്ഥാനമാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് സംസാരത്തിൽ ഒരു മിതത്വം കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ സഹായകരമാകുന്നതാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്.
ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ ദൈവികപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ട് നല്ല സമയം, നല്ല പൊരുത്തത്തോടു കൂടി പോകാൻ ഉള്ള നല്ലൊരു സമയമാണ് കാണിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി ഓടിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഒഴിവാക്കാം. കാരണം ഇതിനകത്ത് കവിടയിൽ ആ ഒരു പ്രോബ്ലം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്നു. നല്ല ഭാഗ്യ സമയമാണ് അടുത്ത ഒരാഴ്ച. അങ്ങനെയുള്ള ദൈവികത നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലിക്ക് ഉള്ള തടസ്സം കാണിക്കുന്നുണ്ട്. അപ്പം ജോലിയിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിധിവരെ ആ ഒരു ജോബ് സ്ട്രെസ് നമുക്ക് കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. ടെൻഷൻസ് ഒന്നും അടിക്കണ്ട. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അടുത്ത ഒരാഴ്ച അത്ര നല്ല സമയമല്ല. ഇതൊക്കെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നോക്കാം. അവിട്ടം അവസാന പകുതി, അതുപോലെ ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗം, ഇവർക്ക് നയന സംബന്ധമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ബിസിനസ് പരമായിട്ട് ഓക്കെ, നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ നല്ല സമയം. ബിസിനസ് പരമായിട്ട് റിട്ടേൺസ് ഒക്കെ കിട്ടാനുള്ള നല്ല സമയമാണ് കാണിക്കുന്നത്. പരദേവത കടാക്ഷം കൂടി നേടിയെടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ ഫാമിലിയിൽ നല്ല രീതിയിലുള്ള ഐക്യം കാണിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. വാഹനം എടുക്കാൻ പ്ലാൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് ദൈവികപരമായിട്ട് എല്ലാ കടാക്ഷവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് പരദേവത കടാക്ഷൻ കാര്യങ്ങളും എല്ലാം കവിടയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അവർക്ക് നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ എടുക്കാൻ ദൈവികപരമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ശത്രുക്കൾ പുതിയതായിട്ടുണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണിക്കുന്നു. അപ്പം അടുത്ത ബന്ധുമിത്രാദികൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യത. ആരെയും കണ്ണടച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. ഒരു ജാഗ്രതയോടുകൂടി പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. കവിടയിൽ കണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള വഴക്കിനൊക്കെ സാധ്യതകൾ കാണിക്കുന്നു. അതൊന്ന് കണ്ടറിഞ്ഞ് ഒരു പക്വതയോടുകൂടി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വഴക്കുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അടുത്തത് അവസാനം വരുന്ന കൂറായ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, ഇവർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. ജോലി സംബന്ധമായിട്ട് ജോലി ഉള്ള സ്ട്രെസ് കൂടി നിൽക്കാനുള്ള സമയം. ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും. പക്ഷെ നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് ജോബ് സ്ട്രെയിൻ, ആ ഒരു സ്ട്രെസ് കൂടി നിൽക്കാനുള്ള സമയമാണ്. അപ്പം അത് ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരാഴ്ചത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. ജോലി നഷ്ടപ്പെടുന്നല്ല, ആ ഒരു സ്ട്രെസ് കൂടി നിൽക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഉരുണ്ട വീഴാനുള്ള സാധ്യതകളൊക്കെ, അപ്പം നടക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കിച്ചൺ, വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഉരുണ്ട് വീഴാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസിന് ചൊവ്വ കുജന്റെ ദോഷം കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വേണം പോകാൻ. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ ദിവസവും സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടും ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവർക്കും ആ ഒരു തടസ്സം, കുജ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു. വിവാഹത്തിന് അടുത്ത ഒരാഴ്ച തടസ്സമാണ്. മീനക്കൂറിൽ വരുന്നവർക്ക് നല്ല രീതിയിലുള്ള തടസ്സം കാണിക്കുന്നു. അപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് ആലോചനകൾ നടത്തുന്നതാണ് വളരെ ശ്രേഷ്ഠം. അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് കലഹങ്ങൾ ഒഴിവാക്കാൻ ഓവറായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അടുത്ത ഒരാഴ്ച മീനക്കൂറുകാർക്ക് കാണിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് മൊത്തത്തിലുള്ള വാരഫലം, അടുത്ത ഒരാഴ്ചത്തെ വാരഫലം. അപ്പം എൻ്റെ ചാനൽ, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ ദോഷം, അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രവും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.